ഹലോ ഫ്രണ്ട്സ്, ലെറ്റ്സ് കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ പ്രോ സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ്. അപ്പൊ നമുക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചിക്കൻ സാൻഡ്വിച്ചിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എല്ലാതും ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ബോൺലെസ് ചിക്കൻ ആണ് ഞാൻ ഇതിൽ ആദ്യമായിട്ട് ആക്കുന്നത്. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ആഡ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും അതിൽ ആഡ് ആക്കുന്നു. മിളക്, നല്ല എരിവുള്ള മിളകാണ്, അതും ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു മുട്ടയാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം അത് ചിക്കനൊക്കെ നല്ലോണം വേവും ചെയ്യും, മുട്ടയും എല്ലാം നന്നായി വെന്തോളും. അങ്ങനെ എല്ലാം വെന്ത് കഴിഞ്ഞ ശേഷം അതിൽ നിന്ന് ചിക്കൻ മാറ്റി വെച്ച് ബാക്കി എല്ലാ സാധനവും മുട്ട, ടൊമാറ്റോ, വെളുത്തുള്ളി ആൻഡ് മിളക് എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അത് ഒന്ന് മിക്സി ഒന്ന് ഓണാക്കുക, അതിന്റെ പേസ്റ്റ് എടുക്കണം. അതിലേക്ക് കുറച്ച് നമക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഹാഫ് സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഹാഫ് സ്പൂൺ ഒറിഗാനോ ബി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് വരാം. നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്യാണ്. കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്തു. കോൺ ഇട്ട് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യുന്നു. കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യുന്നു. ദെൻ ഒനിയൻ കട്ട് ചെയ്തിട്ടുണ്ട്, അതും അതിൽ ആഡ് ചെയ്യുന്നു. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം ചിക്കനും വെജിറ്റബിൾസും എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് വീണ്ടും ഇടാം. ഒറിഗാനോ ഹാഫ് സ്പൂൺ വെച്ചിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒറിഗാനോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ മിക്സിയുടെ ഇത് ആഡ് ചെയ്യുന്നു. മിക്സർ ചെയ്ത് വെച്ചിരുന്നത് ആഡ് ചെയ്യുന്നു. നല്ലോണം മിക്സ് ആക്കാം. എല്ലാ വെജിറ്റബിളും ചിക്കനും ഒക്കെ നന്നായിട്ട് പിടിക്കണം എല്ലാം. ഇത് ഒരു എല്ലാം ഇതിൽ വെന്തിട്ടുള്ള സാധനമാണ്. ചിക്കനൊക്കെ നല്ലോണം വെന്തതാണ്, മുട്ടയായിരുന്നാലും. പിന്നെ വെജിറ്റബിൾസ് അങ്ങനെ വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ബാക്കിയുള്ള വേവൊക്കെ നമുക്ക് ടോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കിടന്നിട്ട് ആയിക്കോളും. ഇനി ഇതിൽ നല്ലോണം മിക്സൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത്, നമുക്ക് ബ്രെഡ് പീസ് എടുക്കുക, അതിലത് എല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. നല്ലോണം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യണം. ഗ്യാപ്പൊന്നും വേണ്ട, എല്ലായിടത്തും നല്ലോണം ഫില്ലായിട്ട് സ്പ്രെഡ് ചെയ്യാം. നല്ലോണം എല്ലാം സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൽ ആഡ് ചെയ്യുന്നത് ചീസാണ് കേട്ടോ. ഒരു ക്യൂബ് മതി. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തേണ്ട തരത്തിലായിട്ട് സ്പ്രെഡ് ചെയ്തിടാം. നല്ലോണം ചീസ് സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഒരു സ്ലൈസ് ബ്രെഡ് അതിന്റെ മേലെ വെക്കുന്നത്. നമ്മളിത് ടോസ്റ്ററിലാണ് ടോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന്റെ മേലില് കുറച്ച് ഗീ ആഡ് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ടോസ്റ്ററിൽ പിടിക്കൊന്നും വേണ്ട. ടോസ്റ്ററിലും തേക്കുന്നുണ്ട്. മറ്റേ ഭാഗത്ത് മറിച്ച് വെച്ച് ആ ഭാഗത്തും കുറച്ച് ഗീ ആഡ് ചെയ്യാം. രണ്ടു ഭാഗവും ടോസ്റ്ററിലും ഗീ ആഡ് ചെയ്യുന്നുണ്ട്. പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അധികം ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബൈ ചാൻസ് പിടിച്ചാലോ എന്ന് വെച്ചിട്ടാ. ഒരു ടോസ്റ്ററിൽ വെച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞു. 2 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഞാൻ അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സാൻഡ്വിച്ച് ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. അപ്പൊ ഓക്കെ.